ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ തേനേരി അമ്പലത്തിൽ പോവുകയാണ്. തേനേരി രാമൻ്റെ അമ്പലത്തിലോട്ട് പോവുകയാണ്. പാറയിൽ നിന്നിട്ട് തേനേരി അമ്പലത്തിലേക്ക് 1.5 കിലോമീറ്റർ തന്നെ ഉള്ളൂ. പോണ വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. രാമായണ മാസമൊക്കെ അല്ലേ, അതുകൊണ്ട് ഞങ്ങളന്ന് പെട്ടെന്നായിരുന്നു പോകാൻ തീരുമാനിച്ചത്. ഇവിടെയാണെന്നുണ്ട് വെച്ച് രാമായണം ചൊല്ലുന്നുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പോണ സമയത്ത്. പിന്നെ എന്നിട്ട് അന്നദാനമുണ്ട്, രാവിലെയും ഉച്ചയ്ക്ക് അന്നദാനമുണ്ട്. ഞങ്ങളെന്തായാലും രാവിലത്തെ അന്നദാനം കഴിഞ്ഞിട്ടായിരുന്നു അവിടെ എത്തിയത്. പിന്നെ അമ്പലത്തിൽ കയറുന്നതിന് മുന്നായിട്ട് ഒന്ന് കാലൊക്കെ കഴുകിയിട്ട് കയറാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ അമ്പലത്തിൽ എത്തുമ്പോൾ തന്നെ സമയം 10:30 ആയിട്ടുണ്ടായിരുന്നു. പൂജയ്ക്കൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. 2 അർച്ചനയ്ക്കും കൊടുത്തു, ഒരു വെറ്റിലമാലയ്ക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉള്ളിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പേടിയായിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ചീത്ത പറഞ്ഞാലോ പറഞ്ഞിട്ട്. പിന്നെ ഇവിടെ കാളവായിൽ നിന്ന് വെള്ളം വരുന്നത് കണ്ടോ. ഇത് നമുക്കാണെന്നുണ്ടെങ്കിൽ ബോട്ടിലിൽ പിടിച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയി തെളിക്കുകയും ചെയ്യാം. പക്ഷെ ഞങ്ങൾ ബോട്ടിലൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് നനച്ച് തലയിലോട്ടൊന്ന് ആക്കിയിട്ടുണ്ടായിരുന്നു. ആ കുളത്തിലാണെന്ന് വെച്ചാൽ നിറയെ മീനുകളുണ്ടായിരുന്നു കേട്ടോ. വലിയ വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാണുന്നത് ചെറുതല്ല, പക്ഷെ ശരിക്കും സൂക്ഷിച്ച് നോക്കിയാൽ കാണാൻ പറ്റും വലിയ മീൻ. പിന്നെ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് വെച്ചാൽ നല്ല, എന്താ പറയുക, നല്ലൊരു ആംബിയൻസ്. ഞങ്ങൾ അവിടെ നിന്ന് തൊഴുതിറങ്ങിയിട്ട് നേരെ ഒരു ശിവക്ഷേത്രത്തിലോട്ടാണ് കേട്ടോ പോണത്. അവിടെ നിന്നാൽ തന്നെ നമുക്കത് കാണാൻ പറ്റും, ശിവനമ്പലം. അപ്പോഴേക്കും തന്നെ സമയം 11 മണി. ഞങ്ങളവിടെ എത്തുമ്പോഴേക്കും തന്നെ നട ഏകദേശം അടയ്ക്കാറായി. അടുത്തുള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങളൊക്കെ അടച്ചിരുന്നു, ശിവൻ്റെ അവിടുത്തെ മാത്രം അടച്ചിട്ടില്ല. പിന്നെ അപ്പം ഞാൻ ഉള്ളിൽ കയറി ഒന്ന് നല്ലോണം പ്രാർത്ഥിച്ച്. ഇവിടുത്തെ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല കേട്ടോ. നല്ലൊരു ശാന്തമായ ഒരു അന്തരീക്ഷം, മുമ്പിലൊക്കെ ചെടിയൊക്കെ വെച്ചിട്ട് നല്ലൊരു ശാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ. ആ അമ്പലത്തിൻ്റെ അടുത്ത് ചേർന്നിട്ട് തന്നെ ഒരു കുളവും ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നിന്നൊരു വഞ്ചിയൊക്കെ കണ്ടു പോണ പോലെ. അവിടെ ഒരു പടക്കൊക്കെ ഉണ്ടായിരുന്നു ചെറുത്, പക്ഷെ അത് പൊട്ടിയതൊക്കെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞതും ഞങ്ങൾ അവിടുത്തെ ഒരു പഴം, ഈ ഒരു പഴം, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് ഷുഗറിനൊക്കെ നല്ലതാണെന്ന് കേട്ടു. പക്ഷെ അത് ഷുഗറിൻ്റെ പത്ത് കഴിക്കില്ല. കണ്ടപ്പോൾ ഒരാഗ്രഹം, ചെറുപ്പത്ത് കഴിച്ചതല്ലേ. ഈ ഒരു പയ്യൻ അവിടെ ഉള്ള തന്നെയാണ് കേട്ടോ. കുട്ടി അതിൻ്റെ മുകളിൽ കയറിയിട്ട് വലിക്കുകയാണ്, പക്ഷെ അതിൻ്റെ മുകളിലൊന്നും ഇല്ല, വലിക്കാനുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. കുട്ടി മരത്തിനൊക്കെ കുലുക്കുന്നുണ്ടായിരുന്നു, പക്ഷെ വീഴാനുള്ളതൊന്നുമില്ല. ഞങ്ങൾക്ക് തന്നെ നല്ല പഴുത്തതല്ലാത്ത കിട്ടിയത്. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് വലിച്ചിട്ട് അത് ആ കുട്ടിക്ക് കൊണ്ട് കൊടുത്തു. ആ കുട്ടിയുടെ ചേച്ചി ചോദിച്ചു എന്ന് പറയണത്. ഈ നേരെ പോയ നാഗത്തറയെ തോന്നുന്നു. ഞങ്ങൾ പോയില്ല, കാരണം സമയം, ശിവൻ്റെ അത് മാത്രം അടച്ചിട്ടുണ്ടായിരുന്നില്ല, നട അടച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ പോണ വഴിയിലില്ലേ പുളി, അവിടെ കുഞ്ഞു പുളികൾ കണ്ടു. അപ്പോൾ അതൊന്ന് വലിക്കാതെ ഞാൻ പോകാം. ഇവിടെ ഉണ്ടല്ലോ ചെറിയ ചെറിയ പുളി കണ്ടപ്പോൾ ഒരാഗ്രഹം കഴിക്കാൻ തോന്നിയിട്ട്.
അങ്ങനെ ഇപ്പം എന്താ കുഞ്ഞു പുളി കാണുന്നുണ്ടോ? വലിയ പുളിയൊന്നുമില്ല, അത് ചെറുതായതുകൊണ്ടാണോ? അങ്ങനെ ഇപ്പോൾ ഞാനിത് മാത്രം വലിച്ചുള്ളൂ. എക്സ്പ്രഷനൊന്നും ഇല്ല. അവിടെ നിന്ന് വലിച്ച് പുളിയാണെന്നുണ്ട് വെച്ചാൽ അധികം പുളിപ്പൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ തിരിച്ചിനി വീട്ടിലോട്ട് പോവുകയാണ്. നമ്മളിതാ പോയ രാമക്ഷേത്രം. പിന്നെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് തീരുകയാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.